ഉപ്പുമാവ് എന്ന് കേൾക്കുമ്പോൾ ഉപ്പുമാവോ എല്ലാവർക്കും അറിയില്ല ഇതെന്ന് തോന്നും. ഒരു പ്രാവശ്യം വീഡിയോ കണ്ടു നോക്കണം കേട്ടോ. ഒട്ടും വെള്ളം കൂടാതെ കറക്റ്റ് പാകത്തിൽ നല്ല ഫ്ലഫി ആയിട്ടുള്ള ഉപ്പുമാവ് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. എൻ്റെ കയ്യിൽ വറുക്കാത്ത റവ ആയതുകൊണ്ട് 1 ടീസ്പൂൺ നെയ്യ് ചട്ടിയിലേക്ക് ഒഴിച്ച് 2 ഗ്ലാസ് റവ അതിലേക്കിട്ട് വറുത്തെടുക്കുന്നുണ്ട്. റവ വറവായതിനു ശേഷം ചട്ടിയിൽ നിന്നും മാറ്റാം. ഇനി 2 ഗ്ലാസ് റവയ്ക്ക് 3 കപ്പ് വെള്ളവും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് വെള്ളം തിളപ്പിക്കാൻ വെക്കണം. 1 ഗ്ലാസ് റവയ്ക്ക് 1.5 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെള്ളം തിളയ്ക്കുന്ന സമയം കൊണ്ട് ചട്ടിയിലേക്ക് ഓയിൽ ഒഴിച്ച് 3/4 ടീസ്പൂൺ കടുക് പൊട്ടി തുടങ്ങുമ്പോൾ 1/2 ടീസ്പൂൺ ഉഴുന്നുപരിപ്പും 3 വറ്റൽമുളകും ചട്ടിയിലേക്ക് ഇട്ട് ഉഴുന്നുപരിപ്പ് മൂത്ത് വരുമ്പോൾ 3 പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞത്, 1 ടീസ്പൂൺ ഇഞ്ചി ചെറുതാക്കി അരിഞ്ഞത്, കറിവേപ്പില, 1 ടേബിൾ സ്പൂൺ ബട്ടർ ഇതെല്ലാം ചേർത്ത് 1/2 മിനിറ്റ് വഴറ്റിയതിനു ശേഷം ഒരു സവാളയുടെ പകുതി ചെറുതാക്കി അരിഞ്ഞത് ചട്ടിയിലേക്ക് ഇട്ട് വഴറ്റിയെടുക്കണം. സവാള ബ്രൗൺ കളർ ആവൊന്നും വേണ്ട, വാടി വന്നാൽ മതി. സവാള വഴണ്ടി വരുമ്പോൾ 1 ക്യാരറ്റ് നൈസായിട്ട് അരിഞ്ഞത്, കുറച്ച് തേങ്ങ ചിരകിയതും ചട്ടിയിലേക്ക് ഇട്ട് 1/2 മിനിറ്റ് ഇളക്കിയതിനു ശേഷം വറുത്തു വെച്ച റവ ഇതിലേക്ക് ഇട്ട് മിക്സ് ചെയ്യണം. ക്യാരറ്റും തേങ്ങ ചിരകിയതും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. ഇനി തിളച്ച വെള്ളം ചട്ടിയിലേക്ക് ഒഴിച്ച് ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് സ്റ്റൗവിന്റെ ഫ്ലെയിം ലോ ആക്കി 1/2 മിനിറ്റ് മൂടി വെക്കണം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട്. റവയിലേക്ക് വെള്ളം ഒഴിക്കുന്നതുകൊണ്ട് ഉപ്പുമാവ് ഇളക്കി മിക്സ് ചെയ്യാൻ വളരെ ഈസിയാണ്. വെള്ളം കുറവ് തോന്നിയാൽ കുറച്ച് തിളച്ച വെള്ളം ഒഴിച്ച് ഇളക്കിയതിന് ശേഷം മൂടി വെച്ചാൽ മതി.